ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ചെറിയ പുസ്തകമായ മലാഖി പുസ്തകത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കാം. മലാഖി പുസ്തകത്തിൽ ദൈവം പ്രവാചകനിൽ കൂടി അരുളപ്പാട് ചെയ്തതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ജനനം വരെ 400 ഇയേഴ്സ് ദൈവത്തിൽ നിന്ന് ഒരു ദൂതും ജനത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ കോണ്ടാക്റ്റ് വളരെയധികം ദൂരത്തിലായിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് പറയുന്നത് യോഹന്നാന് ഏലിയാവിൻ്റെ ശക്തിയോടും ആത്മാവോടും കൂടി ഭൂമിയിൽ ജനിച്ച് യേശുവിന് 6 മാസം മുമ്പ് ജനിച്ച യേശുവിന് മുമ്പായി അവനെ വഴിയൊരുക്കുവാനായിട്ട് വന്നതായിട്ട് നമുക്കറിയാം. ഈ പുസ്തകത്തിൽ പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകമായ ഈ മലാഖി പുസ്തകം വളരെ ചിന്തനീയമായ ഒരു പുസ്തകമാണ്. അതിൽ നമ്മൾ വായിക്കുമ്പോൾ മലാഖി ദൈവത്തോട് 7 ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ചോദ്യങ്ങൾ ഏതാണ്ട് ചാപ്റ്റർ 1:2, 1:6, 1:7, 2:16, അതുപോലെ തന്നെ 3:8, 3:13, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് അത് വായിക്കാൻ സാധിക്കും. അപ്പം ഇസ്രായേൽ ജനം ദൈവത്തോട് ചെയ്ത 5 തെറ്റുകളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 1 മുതൽ 3 വരെ ഇതിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തെറ്റിൽ നിന്നും വിശുദ്ധി നേടണം എന്നാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് അവർ വിശുദ്ധിയിലേക്ക് കടന്നു വരണമെന്ന്. ഇന്ന് നമ്മോടും അത് തന്നെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലല്ലോ. നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കണം. അവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീനെന്ന് വചനത്തിൽ പല ഭാഗത്തും നമുക്ക് വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ നമ്മുടെ സ്വർഗീയ പിതാവാൻ ദൈവത്തിൻ്റെ സകല വിശുദ്ധിയും അവൻ്റെ ആ മഹിമയും ദൈവത്തിൻ്റെ തേജസ്സും ഒക്കെയും പല ഭാഗത്തും വെളിപ്പെടുത്തുന്നുണ്ട്. അത്രമാത്രം വിശുദ്ധിയോടുകൂടിയിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അടുത്ത് വരണം. അവനെ നമ്മൾ വിശ്വസിച്ച് അവനെ നമ്മളെ അപ്പനായി സ്വീകരിച്ച് നമ്മുടെ ദൈവമായി സ്വീകരിക്കുമ്പോൾ നമ്മളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. യെശയ്യാവ് ദൈവത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ പറയുന്ന, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിൽ വസിക്കുന്നുവെന്ന് പറയുന്നത്. അപ്പോൾ ആ ശുദ്ധിയില്ലാത്ത മനുഷ്യർ ശുദ്ധിയില്ല എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് നമുക്ക് ഏറ്റവും വേണ്ട കാര്യം. കാരണം നമ്മളെ സ്വയം നമ്മൾ ഒരു കുഴപ്പമില്ല സ്വയം ശുദ്ധീകരിച്ചോട്ടോ, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളാരും വിശുദ്ധരല്ല എന്ന് ഒരുത്തൻ പോലും ഇല്ലെന്ന് ദൈവം പറഞ്ഞു. റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്, ഒരുത്തൻ പോലും ഇല്ലെന്നാണ് പറയുന്നത്. നീതിമാനായിട്ടുള്ള മനുഷ്യരോ അല്ലെങ്കിൽ വിശുദ്ധരായിട്ടുള്ള മനുഷ്യരോ ഒന്നും യേശുക്രിസ്തു ഒഴികെ ആരും ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ പലവിധമായ തെറ്റുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും, അതുപോലെ തന്നെ നമ്മുടെ ചിന്തയിലെ പ്രവൃത്തികൾ, അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളിലൊക്കെയും വന്നിരിക്കുന്ന കുറവുകളൊക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ അവനോട് ക്ഷമ യാചിച്ച് ആ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ അവൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പാപക്ഷമ തരുന്നു. നിങ്ങളുടെ പാപങ്ങളിൽ കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ഇരുന്നാലും അത് വന്നിട്ട് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ടല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി നമ്മൾക്ക് വീണ്ടെടുപ്പുണ്ടായി. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ അനുദിനം ചെയ്യുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കണം. എങ്കിലേ നമുക്ക് വിശുദ്ധിയിലേക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് ചാപ്റ്റർ 1:6 പറയുന്നത്, ഏതിനാൽ നിൻ്റെ
നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദൈവം വന്നിട്ട് പുരോഹിതന്മാരോട് അവിടെ പറയുന്നുണ്ടല്ലോ, നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നു, ഏതിനാൽ നിങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നെന്ന്. ഇവിടെ നോക്കുമ്പോൾ AD 70 ശേഷം ഇസ്രയേൽ ജനത്തിന് യാഗമില്ല, അവർക്ക് ഹോമയാഗങ്ങൾ ഒരു യാഗവും ഇല്ല എന്നുള്ളതാണ് പുരോഹിത വർഗത്തോട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവർ അന്ന് ചെയ്തിരുന്ന തെറ്റ് എന്തായിരുന്നെന്ന് ചോദിച്ചെന്നാൽ, ദൈവം ആവശ്യപ്പെട്ടിരുന്ന പ്രകാരമുള്ള ക്വാളിറ്റിയിലുള്ള യാഗമല്ല അവർ അർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അവർക്ക് അറിയാമല്ലോ, നമുക്ക് അവർക്ക് ഇന്ന് വരെയും യാഗം നടത്താനായിട്ടുള്ള ഒരു സ്ഥലമോ അല്ലെങ്കിൽ അവർക്ക് യാഗം കഴിക്കുവാനോ സാധിച്ചിട്ടില്ല AD 70 ശേഷം. അവർ അത്രയും മാത്രമല്ല, യേശുക്രിസ്തുവിന് ശേഷം ലേവ്യ പുരോഹിത വർഗത്തിൻ്റെ ബലികൾ അവസാനിച്ചെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മൾ വായിക്കുന്നു. അപ്പോൾ സഭയിലെയും നമ്മളിലുമുള്ള ദുരാചാരങ്ങളെ നമ്മൾ ചെയ്യുന്നത് മൂലം ദൈവനാമത്തെ തുച്ഛീകരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവനാമത്തെ തുച്ഛീകരിക്കാതെ ദൈവത്തിൻ്റെ നാമത്തെ പുകഴ്ത്തുകയാണ് വേണ്ടത്. അവൻ്റെ നാമത്തിന് തേജസ്സും മഹിമയും അവന് കൂടുതൽ മഹത്വം കരയറ്റണം. അപ്പോൾ നമ്മൾ സഭയായിട്ട് നമ്മൾ പുരോഹിതവർഗം അർപ്പിക്കുന്ന ബലിയും ദൈവത്തിന് മുമ്പിൽ കഴിക്കുന്ന എല്ലാ പ്രാർത്ഥനകളായാലും എന്തായാലും ദൈവത്തെ ഉയർത്തുന്ന രീതിയിലുള്ളത് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് 1:8 പറയുന്ന ഊനമുള്ളതിനെ യാഗമർപ്പിക്കുന്നു. അപ്പം അതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം. ഊനമില്ലാത്തതിനെ ദൈവത്തിന് കാഴ്ച അർപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞിരുന്നു. ആദ്യ പെസഹയ്ക്ക് തന്നെ അവർക്ക് കൊടുത്തൊരു നിയമമാണ്. ആ യാഗം കഴിക്കുമ്പോൾ അതിനുള്ള നിയമങ്ങളൊക്കെയും നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാവുന്നതാണ്. 12-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള ഭാഗത്ത് വളരെ കൃത്യമായിട്ട് അത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പെസഹ യാഗം കഴിക്കേണ്ടതിൻ്റെ നിയമങ്ങളൊക്കെ അവിടെ വന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതിനെ അർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അതിൽ പ്രസാദിക്കുന്നു. അവർ ദൈവിക മേശയെ മലിനമാക്കിയിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മലാഖി പുസ്തകത്തിൽ. അതുപോലെ തന്നെ അവർ ലേവിയുടെ നിയമത്തെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ള അവരുടെ തെറ്റ്. അതായത് ശരിക്കും പറയുമ്പോൾ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ കൃത്യമായിട്ട് പാലിക്കേണ്ടതിന് അവർ ശ്രദ്ധ കാണിച്ചിരുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 119-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിൻ്റെ കൽപ്പനകളെ കൃത്യമായി പാലിക്കേണ്ടതിന് എന്നെ സഹായിക്കണമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ദൈവം പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ യഹോവയെ മുഷിപ്പിക്കുന്നുവെന്ന്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കണം. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ചെയ്യുന്ന വലിയൊരു പാപമാണെന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കാതെ സംസാരിക്കുകയും നമ്മൾ വർത്തമാനം പറയുമ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതാണെങ്കിലും നമ്മൾ ദൈവത്തിന് മുമ്പിലാണെങ്കിൽ തന്നെ എത്രമാത്രം ശുദ്ധിയോടുകൂടിയാണ് എന്ത് വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് നമ്മുടെ സമസൃഷ്ടികളോട് നമ്മൾ എന്താണ് പറയേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള. അപ്പോൾ നമ്മൾ യഹോവയെ മുഷിപ്പിക്കില്ലെന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് മുഷിപ്പുണ്ടാകുന്നു. യഹോവയ്ക്ക് പ്രസാദകരമായ വാക്കുകൾ നാം പറയണം. നിങ്ങൾ കൂടി വരുമ്പോൾ ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം നമ്മുടെ വാക്കുകളെന്ന് പറഞ്ഞിട്ട്. അതായത് ഒരുവനോട് നമ്മളൊരു മറ്റുള്ളവർക്കൊരു ആശ്വാസം പകരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു ഹീലിംഗ് ടച്ച് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അപ്രോച്ചും നമ്മുടെ സംസാരവും ഒക്കെ. അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മളെ തന്നെ നമ്മൾ ഉയർത്തിയെടുക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരണം. നമ്മൾ സെൽഫായിട്ട് ചിന്തിക്കാതെ നമ്മളൊരു സമൂഹമായിട്ട് ചിന്തിക്കും. കർത്താവ് വന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ടെന്നുള്ളതും നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്നും എപ്പോഴും നമ്മുടെ മേൽ ദൃഷ്ടിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നെന്ന്. അപ്പോഴിവർ ചോദിക്കുന്നത്, ഞങ്ങൾ ഏതിനാൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നുവെന്ന്. അപ്പം യഹോവയായ ദൈവം പറയുന്നത്, ദശാംശവും വഴിപാടും കൊടുക്കുന്നതിൽ അവർ ദൈവത്തെ തോൽപ്പിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ പഴയ നിയമപ്രകാരം ദശാംശവും വഴിപാടും കൊടുക്കണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള നിയമത്തിലൊന്നാണത്. അപ്പോൾ പുതിയ നിയമപ്രകാരം നമുക്കുള്ളതെല്ലാം ദൈവത്തിനുള്ളതാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ അവർക്ക് 100 രൂപയുണ്ടെങ്കിൽ അതിൽ 10 രൂപ ദൈവത്തിൻ്റെ, 90 രൂപ അവരുടെ ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് സകലതും ദൈവം കൃപയാൽ ദാനമായി തന്നതാണ്. അപ്പോൾ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. റോമർ 12:2 പറയുന്ന, നമ്മളെ തന്നെ മനസ്സ് പുതുക്കി ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു യാഗമായിട്ട് അർപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും എല്ലാം മൊത്തത്തിൽ നമ്മൾ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മളെ തന്നെ യാഗമായിട്ട് അർപ്പിക്കാൻ ദൈവം പറയുന്നു. മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ ദശാംശം കൊടുക്കാതെ തോൽപ്പിക്കുന്നത് മാത്രമല്ല, നമ്മളെ തന്നെ ബലിയായിട്ട് അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യാറില്ലെന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ കുറവുള്ളവരായും കുറ്റമറ്റവരായിരിക്കുകയാണെങ്കിൽ കുറ്റമറ്റവരായിരിക്കുകയില്ല. ദൈവസന്നിധിയിൽ എല്ലാവരും കുറവുള്ളവരാണ്, നമ്മളും കുറവുള്ളവർ തന്നെ. എന്നാൽ കർത്താവിൻ്റെ വൻ കൃപയാൽ നമുക്ക് അവനിലുള്ള ആശ്രയം കൊണ്ട്, അവനിലുള്ള വിശ്വാസം, അവനിലുള്ള പ്രത്യാശ കൊണ്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി അർപ്പിച്ച് അവന് വന്നിട്ട് യാഗമായും ബലിയായും നമ്മളെ തന്നെ അർപ്പിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാൾക്കെങ്കിലും ഈ വചനം കേട്ട് പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും മഹത്വമുള്ള കാര്യമായിരിക്കും. ദൈവം സന്തോഷിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾക്ക് വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട് നമുക്ക് ഈ വീഡിയോസൊക്കെയും ഉപകരിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവായിട്ട് ദൈവവചനം നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് മൂലം നമ്മൾക്ക് ദൂരെയൊന്നും പോകാതെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായ വചനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ടു ഓൾ. ഹാവ് എ നൈസ് ടൈം. ബൈ.